ചട്ടി പൊട്ടി ഗായ്സ്, ചട്ടി പൊട്ടി. പക്ഷെ ഉരുളി സേഫ് ആയിട്ട്, ചട്ടി പൊട്ടി. അതിന്റെ അറ്റ് ലാസ്റ്റ് ഫൈനലി ഞാൻ എൻ്റെ റൂമിലെത്തി വിത്ത് മൈ മമ്മി ഡാഡി. ലണ്ടനിലെ ഫ്ലൈറ്റ് ഇറങ്ങിയ ഞങ്ങൾ 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഫൈനലി കോവൻട്രിയിലെത്തി. എത്തുന്ന സമയത്ത് തന്നെ അച്ഛനും അമ്മയ്ക്ക് ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് രീതിയിലൊരു വിശപ്പ് അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോവൻട്രിയിൽ നേരെ കേരള കഫേയിലാണ് പോയത്. അവിടെ ചെന്നപ്പോൾ നിഷീച്ചി അവിടെയുണ്ട്, ഫ്രണ്ട്സ് എല്ലാം അവിടെയുണ്ട്. അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അച്ഛന് നല്ല കപ്പയും മീനും, ഞാനൊരു ദോശയും നൈനിനൊരു ദോശയും കൂടി പറഞ്ഞു. ഇവിടെ ഇപ്പോൾ സമ്മർ ആണെങ്കിലും അമ്മയ്ക്ക് നല്ല രീതിയിൽ തണുക്കുന്നുണ്ടായിരുന്നു. അത് ഫസ്റ്റ് വന്നതിൻ്റെ ഒരു ചേഞ്ച് ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ ഓർഡർ ചെയ്ത കപ്പയും മീനും അമ്മ കുറച്ച് കഴിച്ചു നോക്കിയപ്പോൾ അമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ അമ്മയ്ക്കും ഒരു കപ്പയും മീനും ഓർഡർ ചെയ്തു. അതിൻ്റെ ടേസ്റ്റ് വിവരിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ. അവിടെ നിന്ന് നേരെ നിഷി ചേച്ചിയും കൊണ്ടാക്കി അലക്സയെ കണ്ട് സന്തോഷ പ്രകടനമൊക്കെ നടത്തി. ഏകദേശം 1.5 മാസത്തിന് ശേഷമാണല്ലോ ഇവരെയൊക്കെ കാണുന്നത്. അതിൻ്റെതായിട്ടുള്ള സന്തോഷം എൻ്റെ മുഖത്ത് നല്ല രീതിയിലുണ്ട്. കുപ്പിന്ന് വന്ന ഭൂതത്തെ പോലെ ഈ നിൽക്കുന്നത് കിച്ചുചേട്ടനാണ്. മുടി കളറിയാനുള്ള ശ്രമത്തിലാണ് കിച്ചുചേട്ടനും അലനും. ഏകദേശം 5 മണി ആയി കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് നേരം നല്ല ലേറ്റ് ആയിട്ടല്ലേ ഇരുട്ടത്തുള്ളൂ. റൂമിലെത്തി അച്ഛനും അമ്മയൊക്കെ ഒന്ന് സെറ്റിൽഡ് ആക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ ഫസ്റ്റ് ചെയ്തത് വന്ന ലെറ്ററിൽ ഓപ്പൺ ചെയ്ത് നോക്കുന്നായിരുന്നു. അപ്പം തന്നെ മനസ്സിലായി നല്ല രീതിയിൽ പണി കിട്ടിയെന്ന്. ഒരു ഫൈൻ ഇരട്ടിച്ച് നല്ല എമൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് കുറച്ചു നേരം സങ്കടമൊക്കെ മാറ്റിയതിന് ശേഷം പെട്ടി പൊട്ടിക്കാൻ തുടങ്ങി. ഇപ്പോഴേ എന്തിനാ പെട്ടി പൊട്ടിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഫ്രീസറിൽ വെക്കാനുള്ള കുറച്ച് ഐറ്റംസ് പെട്ടിക്കകത്തുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റി ഫ്രീസറിലും ഫ്രിഡ്ജിലും കൊണ്ടുവയ്ക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം. പെട്ടി പൊട്ടിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് പെട്ടിക്കകത്ത് ഞങ്ങൾ മീൻ വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല വലിയൊരു ചട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെന്തായാലും പൊട്ടിപ്പാളീസായി. പിന്നെ 2-3 അച്ചാറിൻ്റെ എണ്ണയും ചെറിയ രീതിയിൽ പടർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡ്രസ്സിലും സംഭവങ്ങളൊന്നും ആയിട്ടില്ല. ഡ്രസ്സും സാധനങ്ങളൊക്കെ സേഫ് ആയിരുന്നു. പെട്ടിക്കകത്ത് എന്താണെന്ന് ചോദിക്കുന്നവർക്ക് തേങ്ങ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ടായിരുന്നു. അമ്മ ചെന്ന് കുളിക്കാൻ പോയി. അച്ഛന് നടുവേദനയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഉത്തരവാദിത്വമൊക്കെ ഞാൻ അങ്ങ് ഏറ്റെടുത്തു. ഇനി കുറേ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുണ്ടല്ലോ. അതിനുശേഷം ദേ റൂം ഈ ഒരു പരിവായി. വന്നപ്പോഴത്തേക്കും റൂം നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ. അമ്മ ദേ കിച്ചണൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നൈനെ കുളിപ്പിച്ച് സുന്ദരിയാക്കിയിട്ട് വന്നു റൂമിൽ. നല്ല രീതിയിൽ ജെറ്റ്ലാക്ക് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ടയർഡ്നെസ്സും ഉറക്കം വരലും ഉണ്ടായിരുന്നു. ചട്ടി പൊട്ടിയ കാര്യം അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അമ്മയ്ക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഉരുളി സേഫ് ആയിരുന്നു കേട്ടോ. ചിക്കൻ കറി വെക്കാൻ ഉരുളിയും മീൻ കറി വെക്കാൻ ചട്ടിയും, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും മേടിക്കാം. അച്ഛനും അമ്മയും UK വന്നിട്ടുള്ള ക്ലൈമറ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടു. അവരെന്ത് ചെയ്യുന്നു, ലാംഗ്വേജ് ബാരിയർ, ഇതെല്ലാം തുടങ്ങിയിട്ടുള്ള വീഡിയോ ഇനിയുള്ള വീഡിയോസിൽ ഉണ്ടായിരിക്കും കേട്ടോ. കറൻറ്റ്ലി അവരെന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. ഇനി മുന്നോട്ടുള്ള ദിവസവും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. എനിവേ, ഇതിൻ്റെ അടിപൊളി വീഡിയോസും ഇവരുടെ യാത്രയും വിവരണങ്ങളും എല്ലാം ചേർത്തിട്ട് യൂട്യൂബിൽ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അടിപൊളി വീഡിയോസ് ആയിരിക്കും ഇനി വരുന്നത്. എനിവേ, ബൈ ഫ്രം നീരജ മൂസ്.